140 കോടിയിലധികം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതിൽ 69 കോടിയിലധികം സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ വനിതാ എഞ്ചിനീയർമാരുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും അധികം വനിതാ പൈലറ്റുമാരെ ലോകത്തിന് സംഭാവന ചെയ്തതും ഇന്ത്യ തന്നെ. ലോകത്തിലെ ഏറ്റവും മിടുക്കരായ നേഴ്സുമാരെ നൽകുന്ന രാജ്യവും ഇന്ത്യ എന്ന അപരനാമം നമുക്ക് സ്വന്തം. എന്നാൽ ഈ ഇന്ത്യയിൽ സ്ത്രീകൾ തങ്ങളുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷിതരാണോ? ഇന്നലെ പ്രസിദ്ധീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം ചൂണ്ടിക്കാട്ടുന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ല എന്നതാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ നിലപാട് ചർച്ച ചെയ്യുന്നത്. ഞാൻ ആഷ്ലി, എൻ്റെ കൂടെയുള്ളത് അഞ്ജലി, സെബി. 3 മണിക്കൂറോളം നമ്മെ വിസ്മയത്തിൻ്റെ മായിക ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ. കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും യുവജനങ്ങളിലും മാതാപിതാക്കളിലും എല്ലാം സ്വാധീനം ചെലുത്താനും അവരെ ആകർഷിപ്പിക്കാനും ഈ സിനിമാ മേഖലയ്ക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ സിനിമാ മേഖലയിലെ പിന്നാമ്പുറങ്ങളുടെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ഇന്നലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായും വർണ്ണക്കാഴ്ചകൾക്കപ്പുറം പച്ചയായ കറുത്ത യാഥാർത്ഥ്യങ്ങൾ സിനിമാ മേഖലയുടെ പിന്നാമ്പുറങ്ങളിലുണ്ട് എന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അഞ്ജലി, നമ്മെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കയിലാഴ്ത്തുന്ന കാര്യങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലേ? അതെ, അതായത് 300 പേജുകളോളമുള്ള ഒരു റിപ്പോർട്ട് 233 മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം കാര്യങ്ങൾ ആ സിനിമ മേഖലയിൽ ലോകത്തുള്ള എല്ലാവരെയും ഇത്രയും സ്വാധീനിച്ചിട്ടുള്ള ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അതിൽ തന്നെ അതിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ കമ്മിറ്റി തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ടിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് തുടങ്ങുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്, എത്രത്തോളം ആഴത്തിലാണ് ആ റിപ്പോർട്ട് ഉള്ളതെന്നുള്ളത്. പുറത്തുവിട്ട റിപ്പോർട്ടാണെങ്കിലും എത്രമാത്രം ആ റിപ്പോർട്ട് എഴുതിയ ആളാണെങ്കിലും ഹേമ കമ്മിറ്റി അവർ എത്രമാത്രം ഒരു മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ലഹരി മാഫിയ ഏറ്റവും കൂടുതലായിട്ട് അതിൽ പറയുന്നത് ലഹരി മാഫിയ തന്നെയാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ മാത്രമല്ല എന്നാലും കേരളത്തെ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു കാര്യമാണ് മദ്യം, മയക്കുമരുന്ന്, സെക്സ് റാക്കറ്റ്സ് പോലുള്ള കാര്യങ്ങൾ. ഇത് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് സിനിമയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുമ്പോൾ തീർച്ചയായും നമ്മളെ വേദനിപ്പിക്കുന്നതും അതേസമയം ആശങ്ക ജനിപ്പിക്കുന്നതാണ്. എല്ലാവരും പേടിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. കാരണം കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള പ്രതിഭാസങ്ങൾ മലയാള സിനിമയെ ഇന്ന് വളരെയധികം സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു മേധാവിത്വം പുലർത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്ന വസ്തുതയാണ്. തങ്ങളുടെ ഒരു പാഷനുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ കയ്പേറിയ പ്രതിസന്ധികളേറിയ ജീവിതം കടന്ന് മാത്രമേ, അനുഭവങ്ങളിലൂടെ പോയാൽ മാത്രമേ തങ്ങളുടെ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ, ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് ഈ സിനിമാ മേഖല ചൂണ്ടിക്കാണിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ, അല്ലേ സെബി? സത്യമാണ്. അത് മാത്രമല്ല, സിനിമാ മേഖലയെ ഒഴിച്ചു നിർത്തിയ ഏത് തൊഴിലിടങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരുപക്ഷെ പുറം ലോകം അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതുകൊണ്ടാണ് മലയാള സിനിമയ്ക്കകത്തുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തറിയുന്നത്. ഇത് മാറ്റി നിർത്തിയിട്ടും മറ്റു മേഖലകളിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കൊൽക്കത്തയിലെ ഒരു ഡോക്ടർ വളരെ മൃഗീയമായി കൊല്ലപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഉത്തരാഖണ്ഡിലെ ഒരു നേഴ്സ് കൊല്ലപ്പെട്ടത്, ബലാത്സംഗം ചെയ്തു കൊന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അറിയാത്ത നിരവധി കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്നുള്ള വളരെ വേദനാജനകമായ ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു കാര്യം. അത് പറയുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് കാസ്റ്റിംഗ് കൗച്ച്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരു അവസരം, നമുക്ക് തൊഴിലിടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിനൊക്കെ ഉള്ള ഒരു ചവിട്ടുപടി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കരിയർ സ്വായത്തമാക്കുക അല്ലെങ്കിൽ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജോലി. ജോലി സ്വീകരിക്കുന്നത് നമ്മുടെ തന്നെ ഒരു എംപവർമെന്റിന്റെ ഭാഗമാണ്. അവിടെയാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പല പ്രവണതകളുമായിട്ട് മുന്നോട്ട് വരുന്നത്.
ഒരു പക്ഷേ നമ്മൾ അറിയാത്ത നിരവധി കാര്യങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്നത്. ഇപ്പൊ അഞ്ജലി പറഞ്ഞ പോലെ ഇത്രയും പേജുകൾ മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് 4 വർഷമായി ഏകദേശം ഈ റിപ്പോർട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും അത് പുറത്ത് വിടാത്തതെന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. ഈ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതായത് കൊച്ചുകുട്ടി മുതൽ നമുക്കറിയാം, കുഞ്ഞു കുട്ടികൾ തൊട്ട് ഇപ്പം അഭിനയ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അവരെ അപേക്ഷിച്ച് പുതിയ തലമുറയ്ക്ക് ഇനി അവർ മുമ്പോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് എന്താണ് ഇതിനകത്ത് നിന്ന് നേടാൻ പറ്റുക? നമ്മൾ ആലോചിച്ച് നോക്കുക, സിനിമ എന്ന് പറയുന്ന മേഖല സാംസ്കാരിക രംഗത്തും കലാരംഗത്തും നമ്മുടെ സമൂഹത്തെ വളർത്താൻ ഏറ്റവും ഉപയോഗപ്രദമായ ഒരു രംഗമാണ് സിനിമ എന്ന് പറയുന്നത്. സമൂഹത്തിൽ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അതിനകത്തുണ്ടാകുന്ന കൾച്ചർ, ഒന്നാമത്തെ കാര്യമാണ് കൾച്ചർ. പിന്നെ സിനിമ എന്ത് നൽകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലഹരി മാഫിയകൾ പോലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ അതിനകത്ത് നിന്ന് എന്താണ് സമൂഹത്തിന് കിട്ടേണ്ടത്? ഇതുപോലുള്ള അവസ്ഥകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തൊന്നും നേടാനില്ല. സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. സിനിമയുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഒരു മാധ്യമമായിട്ട് മാറേണ്ട സിനിമാ രംഗം തന്നെ ഇതിനകത്ത് അനുഭവിക്കുന്ന ചൂഷണങ്ങൾ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒരു വിരോധാഭാസം എന്ന് തന്നെ പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും അതെ. ഇപ്പോഴത്തെ മാധ്യമങ്ങളിലും ചാനലുകളും എല്ലാം ചർച്ച ചെയ്യുന്നത് റിപ്പോർട്ടിന്റെ അകത്ത് എന്താണെന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഏവർക്കും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ലൈംഗിക ചൂഷണത്തിന്റെ പല രീതികളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന പല രീതികൾ, അതായത് അഡ്ജസ്റ്റ്മെന്റ്, അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണോ, നായകനോടൊപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാം എന്നുള്ള രീതിയിലെല്ലാം. പക്ഷെ നമ്മളിവിടെ ആലോചിക്കേണ്ടത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ ഇത്രയധികം ഒരു അരാജകത്വം നടക്കുന്നത്? എന്താണ് സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് സിനിമാ മേഖലയിൽ ഇത്രയും അധികം ഒരു ഇമ്മൊറാലിറ്റി നടന്നു പോകുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 2015 തൊട്ടുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നല്ല കുടുംബ ബന്ധങ്ങളുള്ള അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളുള്ള നല്ല സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, വളരെ കുറവാണ്. എല്ലായിടത്തും ഒരു ഇമ്മോറാലിറ്റി അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയെ തന്നെ വളരെ വികലമായി കാണിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആരാണിത് ഡയറക്റ്റ് ചെയ്യുന്നത്? അത് മാത്രമല്ല, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 2010 മുമ്പുള്ള കാലഘട്ടവും ഇപ്പൊ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ വയലൻസ് ആണ് കൂടുതൽ കാണിക്കുന്നത്. ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയും അതിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്ന തരത്തിലുള്ള മൂവീസ് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും അത് ഡയറക്റ്റ് ചെയ്യുന്നവരും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റും. അതെ, അതുപോലെ തന്നെ വയലൻസ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കുടുംബം എന്നുള്ള ആ ഒരു തീം അപ്പാടെ മാറിയിരിക്കുകയാണ്. നമ്മൾ 2010 ശേഷമുള്ള സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിലും കുടുംബത്തിന് അവിടെ ഒരു പ്രാധാന്യമില്ല. അതൊരു കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സിനിമയെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നത് പല സിനിമകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്നെ പലപ്പോഴും ക്രൈസ്തവ വിരുദ്ധ സിനിമകളിലുള്ളതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ആ ഒരു മതത്തിനേക്കാട്ടിലുപരി ഒരു മതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണതയുള്ള സിനിമകളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും വയലൻസും അങ്ങനെയുള്ള സിനിമകൾ അവതരിപ്പിക്കുമ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആർജിച്ച സിനിമയാണ് ഹോം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു സിനിമ ജനശ്രദ്ധ ആകർഷിക്കാനായിട്ട് കാരണമായത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ കുടുംബമായിരുന്നു അതിന്റെ പശ്ചാത്തലം. കുടുംബത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. കുടുംബനാഥന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ജനങ്ങൾ തീർച്ചയായും അതിനെ സ്വീകരിക്കും എന്നുള്ളതിന് തെളിവായിരുന്നു ആ ഒരു സിനിമ എന്ന് പറയുന്നത്. അതെ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നല്ല മാധ്യമത്തിലൂടെ മാത്രമേ, അല്ലെങ്കിൽ നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിലൂടെ, അല്ലെങ്കിൽ നല്ല ഡയറക്ടറിലൂടെ, നല്ല അണിയറ പ്രവർത്തകരിലൂടെ മാത്രമേ നല്ല സിനിമകൾ പുറത്തേക്ക് വരികയുള്ളൂ. ഇനിയിപ്പോൾ ഇമ്മോറാലിറ്റി സിനിമയിൽ പ്രത്യക്ഷമാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഈ ഇമ്മോറാലിറ്റി ഉണ്ടെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി നമ്മൾ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഈ ചർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ എല്ലാം സ്ത്രീകൾ കടന്നു പോകുമ്പം, നമ്മുടെ തൊഴിൽ മേഖലകളിൽ നമ്മൾ കടന്നു പോകുമ്പം, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിനായിക്കോട്ടെ നമ്മൾ ചെല്ലുമ്പം നമ്മളോട് പല അഡ്ജസ്റ്റ്മെൻറ്റുകളും സെറ്റിൽമെൻറ്റുകളിനോടൊക്കെ അവർ ആവശ്യപ്പെടുകയാണ്. ഒരു വശത്ത് നമ്മുടെ പാഷൻ, നമ്മുടെ കരിയർ, നമ്മുടെ അംബിഷൻ, അതിൻ്റെ മറുവശത്ത് നമ്മൾ ചെയ്യേണ്ട കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, സെറ്റിൽമെൻറ്റുകൾ.
ഇവിടെ എന്താണ് ഇതിനെല്ലാം ഒരു പരിഹാരം, അല്ലെങ്കിൽ എന്ത് സ്റ്റാൻഡാണ് സ്ത്രീകൾ എടുക്കേണ്ടത്? എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. കമ്മിറ്റി റിപ്പോർട്ടുകളെല്ലാം പുറത്തുവിട്ടു, ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എങ്ങനെ നമുക്കിതിനെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു നോ തന്നെയാണ് ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് തോന്നുന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് ഒരാള് ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് ബാക്കി എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കാം. ഇപ്പോ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കരിയറിൽ പിടിച്ച് മുന്നോട്ട് പോകാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, എനിക്ക് കരിയർ അല്ല വലുത്, എനിക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ എൻ്റെ ഈ ഒരു ലൈഫ് മാത്രമല്ല, ഒരു ഫ്യൂച്ചർ ഉണ്ട്, ഇനി വരുന്ന തലമുറയുണ്ട്. അപ്പൊ ഞാൻ ഇന്നൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് ഇത് കഴിഞ്ഞു വരുന്ന തലമുറയ്ക്ക് ഒരു പക്ഷെ ഞാൻ കാരണമായേക്കാം എന്നും കൂടെ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു 50% വരെ ഒരു പരിഹാരമായേക്കാം. തീർച്ചയായിട്ടും അതെ. മീ ടു ക്യാമ്പയിൻ ഒക്കെ ഇതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെ? സത്യമാണ്. കാരണം നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ശരീരമാണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോ എന്ന് പറയുക. അത് നമ്മുടെ ആവശ്യമാണ്. നമ്മളൊരു നോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിട്ട് മാറുന്നു. ഇപ്പോൾ എൻ്റെ കരിയർ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് കരുതി നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകുമെന്ന് വിചാരിക്കുന്നവരുടെ മാനസികാവസ്ഥ അതാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, അവരും ഈ പീഡന കേസിലെ പ്രതികളുമായിട്ട് എന്ത് വ്യത്യാസമാണുള്ളത്? ഒരു വ്യത്യാസവുമില്ല. അപ്പൊ നമ്മളൊരു നോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തീരുമാനമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെ തൊടാനോ അതിനുവേണ്ടി ഇതാക്കാനോ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ സ്ത്രീകൾ എടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നോ പറയുക എന്നുള്ളതാണ്. നമ്മുടെ കരിയറിനേക്കാളും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സെൽഫായിട്ടുള്ള നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവുമാണ്, നമ്മുടെ ഫ്യൂച്ചറുമാണ്. അപ്പൊ ആ ഒരു നോ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്, അതായത് കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ഈ പാത പിന്തുടർന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമായിരിക്കും. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ തൊട്ട് അത് മുമ്പോട്ട് വരുവാണെങ്കിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു സമൂഹത്തിലെ അവസ്ഥയ്ക്ക്. അതെ, അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, പുരുഷൻ സ്ത്രീ ശരീരത്തിന് വേണ്ടി മാത്രമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ അത് യെസ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് ചെറുതാക്കി കാണിക്കുന്നത്. സ്ത്രീ അങ്ങനെ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്ന് നമ്മൾ തന്നെ അവർക്ക് ശരിവെച്ചു കൊടുക്കുക. അതെ, അപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ദേഹത്ത് നമ്മളറിയാതെ നമ്മൾ എന്തും ചെയ്യാനുള്ള ഒരു അവകാശം പുരുഷനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അവർക്ക് തുറന്നു കൊടുക്കുകയാണ് നമ്മളെ. ആ ഒരു പ്രവണതയോട് നോ പറയുക തന്നെ വേണം. തീർച്ചയായിട്ടും അതെ. എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നതേ, നമ്മുടെ ബൈബിളിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു സൂസന്നയുണ്ട്. സൂസന്നയോടും ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി, ഒരു സെറ്റിൽമെന്റിന് വേണ്ടി 2 പേര് വരികയാണ്. പക്ഷെ ആ 2 പേരെന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ പ്രമാണിമാരാണ്. അവരുടെ വാക്കിനാണ് ഏറ്റവും വലിയ വില. അപ്പൊ സൂസന്ന ഒരു നോ പറഞ്ഞാൽ സൂസന്നയ്ക്ക് അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് സൂസന്നയ്ക്ക് അറിയാം. പക്ഷെ അവിടെ ശക്തമായിട്ട് സൂസന്ന ഒരു സ്റ്റാൻഡ് എടുത്തു, ഒരു നോ തന്നെ പറഞ്ഞു. സൂസന്ന വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ തുടങ്ങിയെങ്കിലും പിന്നീട് പരിശുദ്ധാത്മാവ് ദാനിയേൽ എന്ന് പറയുന്ന ഒരു ബാലനിലൂടെ സൂസന്നയെ രക്ഷിക്കാൻ, എനിക്ക് തോന്നുന്നു എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു മാതൃകയായിട്ട് എടുക്കാം. കാരണം ജീവിത വിശുദ്ധി മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കരുതുമ്പം കരിയർ ആയിക്കോട്ടെ, നമ്മുടെ അംബിഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ, അതെല്ലാം നമ്മോടൊപ്പം വരുമെന്ന് തോന്നുന്നല്ലേ? അതെ, എല്ലാം നമ്മുടെ കൂടെ കൊണ്ടുപോകുമ്പോഴും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്നുള്ള ഒരു ചിന്തയെക്കാട്ടുപരി എന്നോടൊപ്പം തന്നെ മറ്റുള്ളവരുണ്ട്. എൻ്റെ പുറകിലോ എൻ്റെ കൂടെയോ എൻ്റെ മുന്നിലോ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് കുട്ടികളായിരിക്കാം, മുതിർന്ന ആൾക്കാരായിരിക്കാം, ആരും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ എന്ന ചിന്തയിൽ നിന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ഈ നോ പറഞ്ഞു. രണ്ടാമത് എനിക്ക് തോന്നുന്നത് നീതി ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് തോന്നുന്നല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ലഭിക്കേണ്ട നീതി, കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ട നീതി, പക്ഷെ അത് കിട്ടുന്നുണ്ട്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണെങ്കിലും 2017 WCC ഇങ്ങനെ ഒരു കമ്മിറ്റിക്കായിട്ട് ആവശ്യപ്പെടുന്നു. 2019 ആ 3 അംഗ കമ്മിറ്റി ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നു. പക്ഷേ എന്നിട്ടും 2024 ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. അഞ്ജലി പറഞ്ഞ പോലെ 230 പേജുകൾ മാത്രമേ അവര് പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. പോക്സോ കേസുകളടക്കം ഒട്ടനവധി കേസുകൾ ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ടാണിതെന്നാണ് ഇപ്പൊ നമ്മൾ അറിയുന്ന വിവരം. കുഞ്ഞുങ്ങളെ അടക്കം ലൈംഗികമായി ചൂഷണം ചെയ്തിട്ട്. എന്നിട്ടും സർക്കാർ ഒരു അനാസ്ഥ കാണിക്കുകയാണോ, ഒരു ഉദാസീനത കാണിക്കുകയാണോ എന്നുള്ളത് സ്ത്രീകളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെയുള്ള അവസരങ്ങൾ, ഒരു കോംപ്രമൈസിനോ അഡ്ജസ്റ്റ്മെന്റ്സോ വേണം എന്ന് പറയുമ്പോൾ അത് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അതെല്ലാം കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ വരെ അതിലുണ്ടെന്ന് ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ ലോകം പോകുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് നമ്മുടെ ജനം അല്ലെങ്കിൽ ഒരു സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്?
തീർച്ചയായിട്ടും അതെ. നേരത്തെ അഞ്ജലി പറഞ്ഞതുപോലെ ശരിയാണ്. ഇപ്പൊ നമ്മുടെ സമൂഹം ഏത് വഴിക്കാ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാൻ സാധിക്കില്ല. കാരണം നമ്മളിപ്പോൾ സാധാരണ ഒരു ദിവസമാണെങ്കിൽ നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളൊരു ബസ്സിനകത്ത് കയറാന്ന് വിചാരിക്കുക. അപ്പൊ സ്ത്രീകൾക്ക് അതിനകത്ത് നേരിടുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ കണ്ടിരുന്നു, സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തുന്നു, നഗ്നതാ പ്രദർശനവും ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വാർത്തയാണ്. അപ്പൊ ഇത് ഇന്ത്യയിൽ നടക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇതൊരു നിസ്സാര കാര്യമായിട്ടാണ്. ഡെയിലി ഇത് നടക്കുന്നതല്ലേ, ഇതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ഡെയിലി ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഈ സ്ത്രീകളെ സംബന്ധിച്ച് കാണുന്നു. അതിനകത്തൊക്കെ ഇത്ര വലിയ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ എനിക്കിപ്പോൾ വളർന്നു വരാൻ പോകുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇതിനെതിരെ ഒരു നടപടി, സ്ത്രീകൾക്ക് ഈ രാജ്യത്ത് സുരക്ഷിതമായിട്ട് നടക്കാനും ജീവിക്കാനുമുള്ള ഒരു നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെയുള്ള നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതുപോലെയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും കൂടുതലും പഠിച്ച് മനസ്സിലാക്കി അവർക്ക് എല്ലാം ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും ഒരു അന്തരീക്ഷവും സൃഷ്ടിക്കാൻ കഴിയുക. ഇതുപോലുള്ള പഠനങ്ങൾ നടത്തിയിട്ട് ഇതിനൊരു പരിഹാരം ഉടനടി എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അതെ. കാരണം നീതി ലഭിക്കാതിരുന്നാൽ, നീതി ലഭിക്കുന്നില്ല എന്നുള്ളതിന് മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ആ കുറ്റവാളിയെ നമ്മൾ അംഗീകരിക്കുന്ന പോലെ അല്ലെങ്കിൽ രക്ഷിക്കുന്ന പോലെ അനുവദിക്കുക. അപ്പൊ നീതി നമുക്ക് ലഭിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സിബി പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കാണ്. നമ്മൾ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി പെൺകുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെട്ടെന്നൊരു മൊളസ്റ്റേഷൻ അവർക്ക് നേരിടേണ്ടി വന്നാലും മറ്റുള്ള സ്ത്രീകൾ ഇത് കണ്ടിട്ടും അവർ പ്രതികരിക്കാതെ ഇരിക്കും. നമ്മളെ സഹായിക്കാൻ ഒരാൾ പലപ്പോഴും വരാറില്ല. അപ്പൊ ഫ്രം ദ റൂട്ട് കോസ് ഇറ്റ് സെൽഫ്, അങ്ങനെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും നമ്മളെ സഹായിക്കാൻ വരാത്തൊരു സാഹചര്യത്തിലേക്ക് സമൂഹം മാറിക്കഴിഞ്ഞു. ഒരു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇനിയിപ്പൊ അതിന്റെ പുറകെ തൂങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങും എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഭയപ്പെട്ടിട്ടായിരിക്കാം, പേടിച്ചിട്ടായിരിക്കാം. അപ്പൊ നീതി അതിന്റെ പ്രാഥമിക ഘട്ടം മുതൽ നമ്മളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് നീതി ലഭ്യമാക്കുക തുടങ്ങി സർക്കാർ ഇതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം സ്വീകരിക്കുക. അതുപോലെ തന്നെ വളരെ ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറുകൾ സ്ത്രീകൾക്ക് വേണ്ടി പറയുമ്പോൾ നമുക്കത് പറയാൻ കേൾക്കാൻ രസമാണ്, പറയാൻ നല്ലതാണ്. പക്ഷെ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് സ്ത്രീകൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള, സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം, ഒരു എൻവയോൺമെന്റ് രൂപീകരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു കാര്യം. ഇത്രയും വിദ്യാസമ്പന്നരുള്ള ഒരു കേരളത്തിൽ, അതായത് പ്രബുദ്ധരായ ഒത്തിരിയേറെ ജനങ്ങളുള്ള ഒരു കേരളത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇതുവരെ അതിന് നടപടികൾ എടുത്തില്ല എന്ന് മാത്രമല്ല, അതിന് പിന്നിൽ കാരണക്കാരായവരെ പ്രമുഖർ എന്ന് മാത്രം വിളിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ പുറം ലോകത്തെ റിപ്പോർട്ട് അറിയിക്കുന്നത്. അതെന്താണെന്ന് ഇതുവരെ പുറത്തുവിടാൻ ആർക്കും സാധിച്ചിട്ടില്ല, പുറത്തു വിടുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു തോൽവി തന്നെയാണ്. സത്യമാണ്. കാരണം ഈ പ്രമുഖർ എന്ന് പറയുമ്പോൾ ജനങ്ങൾ അതിനകത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ ജനങ്ങളെ അവർ വിചാരിക്കുന്നത് ഞങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒരു പരിപാടിയാണല്ലോ പ്രമുഖർ എന്ന് പറയാൻ, ഒരു താരാരാധന മൂലം അങ്ങനെ തന്നെ പറയാം. അത് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ നമ്മൾ അവരുടെ മുഖംമൂടി എന്നാന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇപ്പൊ ഒരു സിനിമയിൽ കാണുന്ന ഒരു വ്യക്തി വലിയ സംഭവമായിട്ടാണ് ജനങ്ങൾ അവരെ കാണുന്നത്. വലിയ മെഗാസ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾ പോലുള്ള പദവി നൽകി ജനങ്ങൾ അവരെ അംഗീകരിക്കുമ്പോൾ അവരതിനകത്ത് ചെയ്യുന്ന അതിന്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. കാരണം ഈ സിനിമ എന്ന് പറയുന്ന മേഖല ഒരു പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും അധികം ശബ്ദമുയർത്തേണ്ട മേഖല. ഇതുപോലുള്ള ആൾക്കാർ കുറെ സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ അവർ തന്നെ ശബ്ദമുയർത്തേണ്ട സമയത്ത് അതിന്റെ മറവിൽ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടിരുന്ന ഡോക്ടറെ പീഡിപ്പിക്കപ്പെട്ട സംഭവം, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. നിരവധി ആൾക്കാരാണ് അവർക്ക് വേണ്ടിയിട്ട് വന്നത്. ഇത്തരം ആൾക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഒരു പക്ഷേ ഇതിന്റെ മറവിൽ ചെയ്യുന്ന പ്രവർത്തികൾ. അത് നമ്മൾ ആരും കാണുന്നില്ല. ഒരു പക്ഷെ ആ പ്രമുഖ വ്യക്തികളുടെ പേര് വെളിപ്പെടുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഒരു പക്ഷെ നീങ്ങുകയുള്ളൂ. നമുക്കറിയില്ലല്ലോ ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ എന്നാണ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്. അവരുടെ മുഖം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവുകയുള്ളൂ. ഇപ്പൊ അറിയത്തില്ലെന്നല്ല, പ്രമുഖർ എന്ന് പറയുമ്പോഴും ആ പ്രമുഖ വ്യക്തികളുടെ പേര് പറയുകയാണെങ്കിൽ ആ ഒരു പക്ഷേ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനും തന്നെ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഈ പ്രമുഖർ എന്നുള്ളൊരു പേരിന്റെ പിറകിലേക്ക് നമ്മൾ അന്വേഷിച്ചു പോയാൽ ഒത്തിരിയേറെ ഊഹാപോഹങ്ങൾ സാധാരണക്കാർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ഇന്നയാളായിരിക്കാം എന്നുള്ളത്. അപ്പം പേര് പുറത്തു വിടാതിരിക്കുന്നിടത്തോളം കാലത്തോളം കുറ്റവാളി ഒളിവിൽ തന്നെയാണ്. അത് നല്ല വ്യക്തിയാണോ ചീത്ത വ്യക്തിയാണോ എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ ആർക്കും സാധിക്കില്ല. ഈ പ്രമുഖർ എന്ന് പറയുമ്പോഴും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് എല്ലാവരെയും അല്ല, അതില് നല്ല വ്യക്തികളുണ്ട്, പക്ഷെ അവര് സൈലൻസ് ആക്കപ്പെടുകയാണെന്ന് എന്നും കൂടെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ നല്ല ഈ പ്രമുഖർ എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോഴും നല്ല ആൾക്കാരെയും കൂടിയാണ് നമ്മൾ മോശപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്.
ആ കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും കമ്മിറ്റി പുറത്തുവിട്ട ഈ റിപ്പോർട്ടിന്റെ സത്യാവസ്ഥയെല്ലാം വെളിച്ചത്ത് വരണം എന്നുള്ളത് തന്നെയാണ്, അങ്ങനെ നീതി ലഭിക്കണമെന്ന് തന്നെയാണ് നമ്മളേവരും ആഗ്രഹിക്കുന്നത്. ഈ ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ നിലപാട് അറിയിക്കുന്നു. എല്ലാ സ്ത്രീകൾക്കും സുരക്ഷിതമായ സ്ത്രീ സൗഹൃദപരമായ ഒരു തൊഴിലിടത്തിന് അവകാശമുണ്ട്. മലയാള സിനിമാ മേഖലയെ പോലുള്ള ഒരു ഇൻഡസ്ട്രിയെ കടുത്ത സ്ത്രീ വിരുദ്ധതയിലും മതസ്പർദ്ധതയിലുമാക്കി മാറ്റുന്ന സാമൂഹ്യ ശക്തികളെ മാറ്റി നിർത്തേണ്ടതും ആവശ്യകത തന്നെയാണ്. നമ്മുടെ കരിയറോടൊപ്പം, അംബീഷനോടൊപ്പം, പാഷനോടൊപ്പം ജീവിത വിശുദ്ധിയും വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകതയും അവകാശത്തെയും കുറിച്ച് സ്ത്രീകൾ അറിഞ്ഞിരിക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് ശക്തമായ നടപടികൾ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കണമെന്നും ഞങ്ങളുടെ നിലപാട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.